അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനി ജസ്ലിയ ജോൺസൺ കാറിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഡോക്ടർ സിറിയക് പി ജോർജിനെ പിടികൂടാൻ സഹായകമായത് ഹോം സ്റ്റേ ഉടമയുടെ ജാഗ്രത കാരണം. കേസിലെ പ്രതി ഡോക്ടർ സിറിയക് പി ജോർജിനെ വെള്ളിയാഴ്ച രാവിലെയാണ് വാഗമൺ പോലീസ് പിടികൂടിയത്. വാഗമണിലെ കണ്ണംകുളം മാസ്കോ ഫാക്ടറിക്ക് സമീപത്തുള്ള ഹോം സ്റ്റേയിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഇയാൾ. ബുധനാഴ്ച രാത്രി ഹോം സ്റ്റേയിൽ എത്തിയിട്ടും ഇയാൾ പുറത്തേക്ക് അധികമൊന്നും ഇറങ്ങിയിരുന്നില്ല. വന്നപ്പോൾ മുതൽ ഇയാൾ മാസ്ക് സ്ഥിരമായി ധരിച്ചിരുന്നു. രാത്രിയിൽ മുറിയിൽ ലൈറ്റും ഇട്ടില്ല. ഇതോടെ ഇയാൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് വന്നതാകുമോ എന്ന് ഹോം സ്റ്റേ ഉടമയ്ക്ക് ഒരു സംശയം തോന്നുകയും ചെയ്തു. ആ സംശയത്തോടൊപ്പം അയാൾക്ക് ചെറിയ ഭയവും തോന്നിയിരുന്നു. അതിനിടെ സിറിയക്കിൻ്റെ ബന്ധുവിന് വാഗമണ്ണിൽ റിസോർട്ടുണ്ടെന്നും ഇയാൾ അറിഞ്ഞു. ആ റിസോർട്ടിൻ്റെ പേര് സാമൂഹിക മാധ്യമങ്ങളിൽ തിരഞ്ഞപ്പോൾ സിറിയക്കിൻ്റെ ചിത്രം കണ്ടു. ആ ഫോട്ടോയ്ക്ക് തൻ്റെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന വ്യക്തിയുടെ രൂപവുമായി സാമ്യം തോന്നിയതോടെ ഇയാൾ വാഗമൺ സിഐയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് മഫ്തിയിൽ ഹോം സ്റ്റേയിൽ എത്തി. എന്നാൽ പോലീസാണ് എത്തിയതെന്ന് മനസ്സിലാക്കിയ പ്രതി ഇവരെ വെട്ടിച്ച് ഓടിപ്പോകാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സാഹസികമായി ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പിന്നീട് അങ്കമാലി പോലീസിനെ കൈമാറുകയും ചെയ്തു. അപകടം ഉണ്ടാക്കിയ ശേഷം ഡോക്ടർ സിറിയക് ജോർജ് വേഷം മാറിയും ഫോൺ ലൊക്കേഷൻ മാറ്റിയും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ സിറിയക്കിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പിടിയിലാകാതിരിക്കാൻ താടിയും മീശയും വടിച്ചു മാറ്റി രൂപം മാറ്റിയിരുന്നു ഇയാൾ. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാനും ഇയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒളിവിൽ കഴിയുന്നതിനിടെ ഇയാൾ ഇടയ്ക്കിടെ ഫോൺ ഓണാക്കിയത് പോലീസിന് ലൊക്കേഷൻ കണ്ടെത്താൻ സഹായകമായി. പോലീസ് ഹോം സ്റ്റേ വളഞ്ഞതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പിടികൂടുകയായിരുന്നു. ഈ പ്രതിയെ പിടികൂടാൻ വൈകുന്നതിനെതിരെ ജസ്ലിയയുടെ കുടുംബവും നാട്ടുകാരും വലിയ പ്രതിഷേധത്തിലായിരുന്നു. അതേസമയം പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്ന് ആലുവ റൂറൽ SP KS സുദർശൻ പറഞ്ഞു. ഇരുട്ടിൽ ജസ്ലിയയെ കണ്ടില്ല എന്നാണ് ഡോക്ടർ സിറിയക്ക് ഇപ്പോൾ പറയുന്നത്. ആളുകളെ പേടിച്ചാണ് താൻ വാഹനം നിർത്താതെ പോയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീഴ്ചയാണിത്. തീർച്ചയായും ഇയാൾ മദ്യലഹരിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയുടെ സ്വാധീനത്തിലോ ആയിരുന്നിരിക്കണം. എന്നാൽ ഒളിവിൽ പോകുക വഴി അത് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് ഇയാൾ ഇല്ലാതാക്കിയത്. മകനെ ഒളിവിൽ പോകാൻ സഹായിക്കുകയും ഒളിത്താവളം ഒരുക്കി നൽകുകയും ചെയ്ത കുറ്റത്തിന് സിറിയക്കിൻ്റെ പിതാവ് ജോർജ് മാത്യുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഫെബ്രുവരി 28-ന് അങ്കമാലിയിൽ വെച്ചാണ് ഡോക്ടർ സിറിയക്കിൻ്റെ കാറിടിച്ച് വൈപ്പിൻ എടവനക്കാട് കളത്തിപ്പറമ്പ് ജസ്ലിയ ജോൺസൺ കൊല്ലപ്പെടുന്നത്. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയായിരുന്ന ജസ്ലിയെ അമിത വേഗത്തിൽ പിന്നിൽ നിന്ന് വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ജസ്ലിയ ഈ മാസം 3-ന് മരണത്തിന് കീഴടങ്ങി. ജസ്ലിയയുടെ വിയോഗം നാടിന് വലിയ വേദനയായി മാറിയെങ്കിലും ആ മരണം 4 പേർക്ക് പുതിയ ജീവിതം നൽകിയിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച ജസ്ലിയയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു. ജസ്ലിയയുടെ ഹൃദയം, വൃക്കകൾ, കരൾ, കണ്ണുകൾ എന്നിവയാണ് ദാനം ചെയ്തത്. അവയവങ്ങൾ കാത്തിരുന്ന 5 രോഗികൾക്ക് ഈ തീരുമാനം ഒരു പുനർജന്മമായി മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിനിടയിലും മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ തീരുമാനിച്ച ജസ്ലിയയുടെ കുടുംബത്തിൻ്റെ മാതൃകാപരമായ ഈ പ്രവൃത്തിയെ വലിയ ആദരവോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്.